അയ്യോ ഈ ഉണ്ടണ്ട് ഞെട്ടണ്ട കേട്ടാ. ഞാനും രേഷനും മാത്രമല്ലേ ഉള്ളൂ. രണ്ടെണ്ണം ഞാൻ അല്ലാതെയും പരുത്തി വെച്ചിട്ടുണ്ടായിരുന്നു. രാവിലെ ഒരു 7 മണിയായപ്പോഴേ രേഷട്ടൻ പോയി കട തുറന്നു കേട്ടാ. ഞാൻ പിന്നെ കുറച്ചുകൂടെ കഴിഞ്ഞിട്ടാണ് എഴുന്നേറ്റ് വന്നത്. ആദ്യം കരുതി ഇടിയപ്പം ഉണ്ടാക്കാന്നു, പിന്നെ കരുതി അതിന് പിന്നെ ഇനി ചാറുകറിയൊക്കെ ഉണ്ടാക്കി വരുമ്പോഴത്തേക്കിന് നേരം പോകുമെന്ന് വിചാരിച്ച് പിന്നെ ഞാൻ ചപ്പാത്തിയിലോട്ട് അങ്ങ് മാറി കേട്ടോ. ഇതാകുമ്പോൾ രേഷന് ഭയങ്കര ഇഷ്ടമാണ്. ചപ്പാത്തിക്കകത്ത് ഈ മുട്ടപുരിയെ ഇങ്ങനെ ഫില്ല് ചെയ്ത് വെച്ച് കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അതുമല്ല അവിടെ ചെന്നാകുമ്പോഴത്തേക്കിനും കയ്യിൽ പറ്റിക്കുന്ന കാര്യം ഭയങ്കര ബുദ്ധിമുട്ടാണ് രേഷന്. ഇതാകുമ്പോഴത്തേക്കിനും ഭയങ്കര ഇഷ്ടമാണ്. ആമിക്കുഞ്ഞ് പിന്നെ ഞങ്ങൾക്ക് മുന്നേ എഴുന്നേക്കുന്ന ആളായതുകൊണ്ട് അവിടെ ഇരുന്ന് കളിക്കുന്നുണ്ട് കേട്ടോ. വലിയ ശല്യപ്പാടൊന്നും പുള്ളി തരാറില്ല ചില സമയത്ത്, പക്ഷെ ചില സമയത്ത് അതിനും കൂടെ തരും കേട്ടോ. അവക്ക് ഞാൻ റവ കാച്ചി വെച്ചിട്ടുണ്ടായിരുന്നേ. ഞാൻ ചപ്പാത്തി അവക്ക് കൊടുത്തു വരുമ്പോഴത്തേക്കിനും നേരം വെളുക്കും ഗൈസ്. തലേദിവസം ഞങ്ങൾ തിരുവനന്തപുരത്ത് പോയിട്ടുള്ളത് കൊണ്ട് ഡ്രസ്സുകൾ ഒരുപാട് കഴുകാനുണ്ടായിരുന്നേ. ഇത്രയും ഡ്രസ്സ് ഇനി മൊത്തത്തിൽ മണ്ടയ്ക്ക് കയറ്റി വിരിച്ചിട്ട് വേണം കടയിലെത്താൻ കേട്ടോ. 9 മണിയാകുമ്പോൾ കടയിലെത്തണം. അതുകൊണ്ട് തന്നെ ആമിക്കുഞ്ഞിന് റവയുടെ കുറുക്കി ഞാൻ വീട്ടിൽ വെച്ച് തന്നെ കൊടുത്തു കേട്ടോ. അല്ലെങ്കിൽ പിന്നെ കുഞ്ഞ് ഒരുപാട് വിശന്ന് പോകത്തില്ലേ എന്ന് വിചാരിച്ചു. രേഷ്മ അപ്പുറത്തില്ലാഞ്ഞതുകൊണ്ട് ഞാനും ആമിക്കുഞ്ഞും കൂടെ പോയാണ് തുണിയൊക്കെ വിരിച്ചത് മുകളിൽ കേട്ടോ. നീളത്തിൽ ചപ്പാത്തി ചുരുട്ടിയപ്പോൾ അപ്പുറത്തും ഇപ്പുറത്തും കൂടെ ഫില്ലിങ് പോകുന്നുണ്ടായിരുന്നേ. പിന്നെ ഞാൻ ഈ രീതി മടക്കി വന്നു കേട്ടോ. പിന്നെ ഇന്നത്തെ ദിവസം മൊത്തം ഞങ്ങൾ 3 പേരും കടയിലായിരുന്നു.